പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ നമ്മുടെ സൗരയൂഥത്തിന്റെ ഉള്ളിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയ ട്രാൻസ് നെപ്റ്റ്യൂണിയൻ ഒബ്ജക്റ്റിനെ കണ്ടെത്തിയിരിക്കുന്നു. എന്താണ് ഈ ട്രാൻസ് നെപ്റ്റ്യൂണിയൻ ഒബ്ജക്റ്റ്? ഇതെന്തുകൊണ്ടാണ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് മാറുന്നത്? ഇത് എങ്ങനെയാണ് നമ്മുടെ ഭൂമിയിൽ ജലം എത്തിച്ചത്? വളരെ വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. 2017 OF 201 എന്നാണ് ഈ ഒരു ഡോർഫ് പ്ലാനറ്റിന്റെ പേര്. ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ മെയ് മാസം 21 ഇത് അനൗൺസ് ചെയ്തത്. സൗരയൂഥത്തിൽ നമ്മൾ ഇന്ന് വരെ കണ്ടെത്തിയിട്ടുള്ള സെലസ്റ്റിയൽ ബോഡികൾ വെച്ച് സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന സെലസ്റ്റിയൽ ബോഡിയാണ് ഇപ്പോൾ കണ്ടെത്തിയ 2017 OF 201. അതിൻ്റെ അർത്ഥം എല്ലായ്പ്പോഴും അത് സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ ആയിരിക്കുമെന്നല്ല. ചില ഘട്ടങ്ങളിലൊക്കെ അത് സൂര്യൻ്റെ അരികിലേക്ക് വരാറുണ്ട്. സൂര്യനെ ഒന്ന് വലം വെച്ചതിന് ശേഷം അതിൻ്റെ പഴയ പൊസിഷനിലേക്ക് മടങ്ങി പോകാറുമുണ്ട്. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഈ ഒരു സഞ്ചാരപഥത്തിനിടയിൽ ഇത് കൈപ്പർ ബെൽറ്റിന് അരികിലൂടെ കടന്നു പോകാറുണ്ട്. നമ്മുടെ സൗരയൂഥത്തിന്റെ ഏറ്റവും മധ്യഭാഗത്തായിട്ടാണല്ലോ സൂര്യൻ സ്ഥിതി ചെയ്യുന്നത്. സൂര്യന് ചുറ്റുമായിട്ട് അനേകം ഗ്രഹങ്ങൾ വലം വയ്ക്കുന്നുണ്ട്. ആ ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ഉപഗ്രഹങ്ങളുമുണ്ട്. മാർസ് എന്ന ഗ്രഹത്തിനും ജൂപ്പിറ്റർ എന്ന ഗ്രഹത്തിനും ഇടയിലായിട്ട് ആസ്ട്രോയിഡ് ബെൽറ്റ് ഉണ്ട്. അനവധി ആസ്ട്രോയിഡുകൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു വലിയ പ്രദേശമാണ് ആസ്ട്രോയിഡ് ബെൽറ്റ്. ഈ ഗ്രഹങ്ങൾക്കും ഡ്വാർഫ് പ്ലാനറ്റുകൾക്കും ഒക്കെ വെളിയിലായിട്ടുള്ള ഒരു വലിയ പ്രദേശമാണ് കൈപ്പർ ബെൽറ്റ്. ഇതിന് ആസ്ട്രോയിഡ് ബെൽറ്റിനോട് ഒരുപാട് സാമ്യമുണ്ട്. കാരണം ആസ്ട്രോയിഡ് ബെൽറ്റിൽ കാണുന്നത് പോലുള്ള അനേകം പദാർത്ഥങ്ങൾ ഈ കൈപ്പർ ബെൽറ്റിലും അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ആസ്ട്രോയിഡ് ബെൽറ്റിനേക്കാളൊക്കെ വളരെയധികം വലിപ്പക്കൂടുതലാണ് കൈപ്പർ ബെൽറ്റിന്. കൈപ്പർ ബെൽറ്റ് സൂര്യനുമായിട്ട് ഉണ്ടാക്കുന്ന ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത് 30 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് ആണ്. ഒരു ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരമാണ്. അതായത് സൂര്യനും ഭൂമിയും തമ്മിൽ എത്രമാത്രം ദൂരമുണ്ടോ അതിൻ്റെ 30 ഇരട്ടി ദൂരമുണ്ട് കൈപ്പർ ബെൽറ്റിലേക്ക്. സൂര്യനുമായി കൈപ്പർ ബെൽറ്റ് ഉണ്ടാക്കുന്ന ഏറ്റവും അകലെയുള്ള ദൂരം 55 ആസ്ട്രോണോമിക്കൽ യൂണിറ്റുമാണ്. ആദ്യഘട്ടങ്ങൾ 2017 OF 201 കൈപ്പർ ബെൽറ്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണെന്നാണ് ഗവേഷകർ കരുതിയിരുന്നത്. എന്നാൽ പിന്നീടാണ് മനസ്സിലായത് അതൊരു ട്രാൻസ് നെപ്റ്റ്യൂണിയൻ ഒബ്ജക്റ്റ് ആണെന്ന്. എന്താണ് ട്രാൻസ് നെപ്റ്റ്യൂണിയൻ ഒബ്ജക്റ്റ്? നെപ്റ്റ്യൂൺ സൂര്യന് ചുറ്റും ഉണ്ടാക്കുന്ന ഒരു ആവറേജ് ഡിസ്റ്റൻസ് ഉണ്ട്. അതായത് എല്ലായ്പ്പോഴും ഒരേ ദൂരത്തിലൂടെ അല്ല നെപ്റ്റ്യൂൺ സൂര്യനെ വലം വെക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവറേജ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് കണക്ക് കൂട്ടണം. ചില ഘട്ടങ്ങളിലൊക്കെ നെപ്റ്റ്യൂൺ സൂര്യൻ്റെ വളരെ അടുത്തൂടെ കടന്നു പോകാറുണ്ട്. അതിനെയാണ് പെരിഹീലിയോൺ എന്ന് പറയുന്നത്. വളരെ അടുത്തൂടെ പോകുന്നു എന്ന് പറയുമ്പോൾ അത് മാർസോ മെർക്കുറിയോ ജൂപ്പിറ്ററോ സാറ്റേണോ ഉണ്ടാക്കുന്നത് പോലുള്ള ഒരു അടുപ്പമല്ല. അതിനേക്കാളൊക്കെ ദൂരമുണ്ട് നെപ്റ്റ്യൂണിൻ്റെ ഈ അടുപ്പത്തിന്. ഇതിനെയാണ് നമ്മൾ പെരിഹീലിയോൺ എന്ന് പറയുന്നത്. അത് അവിടെ നിന്നും പിന്നെയും കറങ്ങി വളരെയധികം അകലെയുള്ള ഒരു പ്രദേശത്തെത്തും. അപ്പോൾ അതിനെ എപ്പിഹീലിയോൺ എന്ന് പറയും. അതായത് എല്ലായ്പ്പോഴും ഈ ദൂരം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ശരാശരി ദൂരം മനസ്സിലാക്കിയെടുക്കാം. ഈ ശരാശരി ദൂരത്തേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു ദൂരം ഉണ്ടാക്കിയെടുക്കുന്ന ഒബ്ജക്റ്റ് ആണ് ട്രാൻസ് നെപ്റ്റ്യൂണിയൻ ഒബ്ജക്റ്റ്. അത് കൃത്യമായിട്ട് ഒരു എലിപ്റ്റിക്കൽ പാത്തിലൂടെ ആയിരിക്കണം കടന്നു പോകേണ്ടത്. കൈപ്പർ ബെൽറ്റിലുള്ള സെലസ്റ്റിയൽ ബോഡികളെ നമുക്ക് അത്തരത്തിലുള്ള ഒരു സെലസ്റ്റിയൽ ബോഡി ആയിട്ട് പറയാൻ സാധിക്കില്ല. കാരണം കൈപ്പർ ബെൽറ്റ് ശരിക്കും ഏതാണ്ട് ഒരു സർക്കിളിന്റെ രൂപത്തിലാണ് സൂര്യന് ചുറ്റും വലം വയ്ക്കുന്നത്. 2017 OF 201 വളരെ വിചിത്രമായിട്ടുള്ള ഒരു പാത്തിലൂടെയാണ് സൂര്യന് ചുറ്റും വലം വയ്ക്കുന്നത്. ഇത് സൂര്യനുമായിട്ടുണ്ടാക്കുന്ന ഏറ്റവും കൂടിയ ഡിസ്റ്റൻസ് ഭൂമി സൂര്യനുമായിട്ടുണ്ടാക്കുന്ന ഏറ്റവും കൂടിയ ഡിസ്റ്റൻസിൻ്റെ 1600 ഇരട്ടിയാണ്. അതുപോലെ തന്നെ ഇത് സൂര്യനുമായിട്ടുണ്ടാക്കുന്ന ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസ് ഭൂമി സൂര്യനുമായിട്ടുണ്ടാക്കുന്ന ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസിൻ്റെ 44.5 ഇരട്ടിയാണ്. ഇത്രയും വിചിത്രമായിട്ടുള്ള ഒരു പാത്ത് ഉണ്ടാവാനുള്ള കാരണം മുൻകാലങ്ങളിൽ സംഭവിച്ചിട്ടുള്ള ഗ്രാവിറ്റേഷണൽ വേവ്സിൻ്റെ ഇൻട്രാക്ഷനാണ്. സൗരയൂഥത്തിൽ വളരെയധികം മാസ് കൂടിയിട്ടുള്ള ജൂപ്പിറ്റർ, സാറ്റേൺ പോലെയുള്ള പ്ലാനറ്റുകളുണ്ട്. ഈ പ്ലാനറ്റുകൾ ശക്തമായിട്ടുള്ള ഒരു ഗ്രാവിറ്റേഷണൽ വേവ് സൃഷ്ടിക്കുന്നുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഡ്വാർഫ് പ്ലാനറ്റിൻ്റെ സ്ഥാനം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. സൂര്യനോട് കുറെ കൂടെ ചേർന്ന് നിന്ന് അത്ര വിചിത്രമല്ലാത്ത രീതിയിലുള്ള ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെയാണ് ഇത് വലം വെച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കാലക്രമേണ ജൂപ്പിറ്ററിൻ്റെയും സാറ്റേണിൻ്റെയും ഒക്കെ ഗ്രാവിറ്റേഷണൽ വേവിൽ പെട്ട് ഇത് വളരെയധികം അകലെയുള്ള ഊർട്ട് ക്ലൗഡിന്റെ പ്രദേശത്തേക്ക് നീക്കപ്പെടുകയായിരുന്നു. സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നമ്മളൊരു വസ്തു കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണോ ആ തിരമാലകൾ ആ വസ്തുവിനെ തീരത്തേക്ക് അടുപ്പിക്കുന്നത്, അതേ രീതിയിൽ തന്നെയാണ് ഈ ഗ്രാവിറ്റേഷണൽ വേവ്സ് ആ സെലസ്റ്റിയൽ ബോഡിയെ അങ്ങ് ഊർട്ട് ക്ലൗഡിൽ കൊണ്ടുപോയി ഇടുന്നത്. ഊർട്ട് ക്ലൗഡ് എന്ന് പറയുന്നത് ഈ കൈപ്പർ ബെൽറ്റിനും വെളിയിലുള്ള ഒരു പ്രദേശമാണ്. അതിന് ഏതാണ്ട് ഒരു ഗോളത്തിന്റെ രൂപമാണുള്ളത്.
ഒരു ഗോളം പോലെ സൂര്യന് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെ സൗരയൂഥത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ സൂര്യൻ്റെ ഗ്രാവിറ്റി കാരണമാണ് ഇങ്ങനെ ഒരു ഗോളത്തിൻ്റെ രൂപത്തിൽ അത് സൂര്യന് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അനേകം പദാർത്ഥങ്ങളുണ്ട്. ആ പദാർത്ഥങ്ങളൊക്കെ കോമറ്റ്സ് അല്ലെങ്കിൽ വാൽ നക്ഷത്രങ്ങളാണെന്ന് പറയാം. ആ വാൽ നക്ഷത്രങ്ങളാണ് പല ഘട്ടങ്ങളിലും അവിടെ നിന്നും വേർപെട്ട് നമ്മുടെ സൗരയൂഥത്തിൻ്റെ ഉള്ളിലൂടെ സൂര്യനെ വലം വയ്ക്കുന്നത്. അങ്ങനെ വലം വയ്ക്കാനുള്ള ഒരു സുപ്രധാന കാരണമായിട്ട് ഈ ട്രാൻസ് നെപ്റ്റ്യൂണിയൻ ഒബ്ജക്റ്റിനെ നമുക്ക് പറയാം. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഗ്രാവിറ്റേഷണൽ വേവ്സിൽ പെട്ട് ഇത് ഊട്ട് ക്ലൗഡിലേക്ക് അകപ്പെട്ടു പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് കോമറ്റുകളെ അവിടെ നിന്നും അത് ഡിസ്പ്ലേസ് ചെയ്ത് നമ്മുടെ സൂര്യൻ്റെ അരികിലേക്ക് പറഞ്ഞു വിട്ടു. അനേകം കോമറ്റുകൾ ഇത്തരത്തിൽ സൂര്യൻ്റെ അരികിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന കോമറ്റുകൾ ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങൾ വന്ന് പതിച്ചിട്ടുണ്ട്. അങ്ങനെ വന്ന് പതിച്ചതിനെ തുടർന്നാണ് ഇവിടെ ജലമുണ്ടായത്. കാരണം ഈ കോമറ്റിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത് ജലമാണ്. ജലം മാത്രമല്ല, നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ വാതകത്തിൻ്റെ രൂപത്തിൽ കാണാൻ സാധിക്കുന്ന പല പദാർത്ഥങ്ങളും ഐസ് കട്ടകളുടെ രൂപത്തിൽ ഈ ഒരു കോമറ്റിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. സൂര്യന് ചുറ്റും വലം വയ്ക്കുമ്പോൾ സൂര്യൻ്റെ പ്രകാശം കാരണം അതൊക്കെ ഉരുകി ഒരു വാല് പോലെ നീണ്ടുപോകുന്നു. അങ്ങനെയാണ് വാൽ നക്ഷത്രങ്ങളെ നമുക്ക് വാൽ നക്ഷത്രങ്ങളുടെ രൂപത്തിൽ കാണാൻ സാധിക്കുന്നത്. അത് ശരിക്കും ഒരു നക്ഷത്രമൊന്നുമല്ല, ജലത്തിൻ്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനേകം മിനറൽസിൻ്റെ ഒരു കൂട്ടായ്മയാണ്. അങ്ങനെയാണ് ഭൂമിയിൽ ജലമുണ്ടായത്. ഇത് നമ്മൾ പ്രാക്ടിക്കലി തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല, പക്ഷേ ശാസ്ത്രലോകത്ത് വലിയ രീതിയിൽ സ്വീകാര്യത ലഭ്യമായിട്ടുള്ള ഒരു തിയറിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഗ്രാവിറ്റേഷണൽ വേവ്സിൽപ്പെട്ട് ഈ ഒരു ഡ്വാർഫ് പ്ലാനറ്റ് അങ്ങ് ഊട്ട് ക്ലൗഡ് വരെ എത്തിയെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് അതിന് സൂര്യന് ചുറ്റും വലം വയ്ക്കാൻ സാധിച്ചത്? ഊട്ട് ക്ലൗഡ് എന്ന് പറയുന്നത് വളരെയധികം അകലെയുള്ള ഒരു പ്രദേശമാണ്. അത് സൂര്യനുമായിട്ട് ഉണ്ടാക്കുന്ന ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസ് പോലും 2000 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് ആണ്. ഏറ്റവും ഉയർന്ന ഡിസ്റ്റൻസ് 1,00,000 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് ആണ്. അതായത് 1.5 പ്രകാശവർഷം. പ്രകാശം സൂര്യനിൽ നിന്നും 1.5 വർഷം സഞ്ചരിച്ചാൽ മാത്രമേ ഊട്ട് ക്ലൗഡിൻ്റെ വെളിയിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾക്കൊക്കെ വോയേജറുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളൊക്കെ തോന്നിയേക്കാം. വോയേജർ പേടകം സൗരയൂഥത്തിന് വെളിയിലേക്ക് പോയിട്ടുള്ള പേടകമാണ്. പക്ഷേ അത് ഊട്ട് ക്ലൗഡിന് വെളിയിലേക്ക് പോയിട്ടില്ല. എന്തിനേറെ പറയണം, അത് ഊട്ട് ക്ലൗഡിൻ്റെ 7 അയലത്ത് പോലും എത്തിയിട്ടില്ല. 165 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് വരെയാണ് നിലവിൽ വോയേജർ ഫസ്റ്റ് സഞ്ചരിച്ചിരിക്കുന്നത്. എന്നാൽ ഊട്ട് ക്ലൗഡ് ആരംഭിക്കുന്നത് 2000 ആസ്ട്രോണോമിക്കൽ യൂണിറ്റിന് ശേഷമാണ്. ഊട്ട് ക്ലൗഡിനെ നമ്മൾ സൗരയൂഥത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റിയിട്ടില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അത് ഹീലിയോസ്ഫിയറിൻ്റെ ഉള്ളിൽ പെടുന്നില്ല. ഹീലിയോസ്ഫിയറിൻ്റെ ഉള്ളിൽ പെട്ടത് മാത്രമാണ് സൗരയൂഥത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നത്. സൂര്യനിൽ നിന്നും എല്ലായ്പ്പോഴും സോളാർ വിൻഡുകൾ വെളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ചില സമയങ്ങളിലൊക്കെ അത് വലിയ അളവിലായിരിക്കും, ചില സമയത്ത് അതിൻ്റെ കാഠിന്യം വളരെ കുറവായിരിക്കും. അങ്ങനെ വെളിയിലേക്ക് വരുന്ന പ്ലാസ്മ പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള സബാറ്റോമിക് പാർട്ടിക്കിൾസ് അടങ്ങിയിട്ടുള്ള ഈ വിൻഡ് അത് ഒരു വലിയ ഗോളം പോലെ അല്ലെങ്കിൽ ഒരു ബബിള് പോലെ ഉണ്ടാകുന്നു. ആ ബബിളിൻ്റെ ഒരു അതിർത്തിയുണ്ട്, അതാണ് ഹീലിയോപോസ്. അതിനപ്പുറത്തേക്ക് ഇത് പോകത്തില്ല. ആ ഹീലിയോപോസിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ ഹീലിയോസ്ഫിയറിൻ്റെ ഉള്ളിൽ വരുന്നവയെല്ലാം അത് സോളാർ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് മാറും. അതിന് വെളിയിൽ വരുന്ന ഭാഗങ്ങൾ സോളാർ സിസ്റ്റത്തിന്റെ ഭാഗമല്ല. ഹീലിയോസ്ഫിയറിന്റെ അതിർത്തി 120 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് ആയതുകൊണ്ട് 167 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് യാത്ര ചെയ്തിട്ടുള്ള വോയേജർ 1 സൗരയൂഥത്തിന് വെളിയിൽ പോയിട്ടുണ്ട്. അങ്ങ് ഊട്ട് ക്ലൗഡിൽ വരെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ ഡ്വാർഫ് പ്ലാനറ്റ് പിന്നെ എങ്ങനെയാണ് സൂര്യന് ചുറ്റും തുടർച്ചയായിട്ട് വലം വെച്ചുകൊണ്ടിരിക്കുന്നത്? അതിന്റെ കാരണം സൂര്യന്റെ ഗ്രാവിറ്റിയാണ്. സൂര്യനിൽ നിന്നും 1.5 പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ഊട്ട് ക്ലൗഡിലെ പദാർത്ഥങ്ങളെ പോലും നിയന്ത്രിക്കാൻ സൂര്യന്റെ ഗ്രാവിറ്റിക്ക് സാധിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഡ്വാർഫ് പ്ലാനറ്റ് അത് ചില ഘട്ടങ്ങളിലൊക്കെ സൗരയൂഥത്തിന്റെ വെളിയിലേക്ക് പോകാറുണ്ട്, പിന്നീട് ശക്തമായ വേഗതയിൽ സൗരയൂഥത്തിന്റെ ഉള്ളിലേക്ക് വരാറുമുണ്ട്. നമ്മുടെ ഭൂമിയെയും പ്ലൂട്ടോ എന്ന ഡ്വാർഫ് പ്ലാനറ്റിനെയും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഡ്വാർഫ് പ്ലാനറ്റിന്റെ വലിപ്പം വളരെ വളരെ ചെറുതാണ്. അതിൻ്റെ മൊത്തത്തിലുള്ള ഡയമീറ്റർ 700 കിലോമീറ്റർ ആണ്. അതേസമയം പ്ലൂട്ടോയുടെ ഡയമീറ്റർ 2300 കിലോമീറ്ററും ഭൂമിയുടെ ഡയമീറ്റർ 12000 കിലോമീറ്ററുമാണ്. ഇത്രയധികം ദൈർഘ്യമേറിയിട്ടുള്ള ഒരു എലിപ്റ്റിക്കൽ പാത്ത് ആയതുകൊണ്ട് തന്നെ ഇതിന് 25,000 വർഷങ്ങൾ വേണ്ടിവരും സൂര്യനെ ഒരു തവണ ഒന്ന് വലം വെച്ച് വരാൻ. അതായത് 25,000 വർഷം തുടർച്ചയായിട്ട് നിരീക്ഷിച്ചാൽ മാത്രമേ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഓർബിറ്റ് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഇതിനെ നമ്മൾ കണ്ടെത്തിയത്? ഇതൊരു പക്ഷേ ഊട്ട് ക്ലൗഡിൻ്റെ ഒരു ഭാഗമായിക്കൂടെ, അല്ലെങ്കിൽ കൈപ്പർ ബെൽറ്റിൻ്റെ ഭാഗമായിട്ട് സൂര്യനെ സർക്കുലർ ഓർബിറ്റിൽ വലം വെച്ചുകൊണ്ടിരിക്കുകയായിരിക്കില്ലേ? അതിന് ചില മാർഗങ്ങളുണ്ട് ശാസ്ത്രജ്ഞന്മാരുടെ കയ്യിൽ. 2 ടെലസ്കോപ്പുകളാണ് ഇവിടെ പ്രധാനമായിട്ടും ഉപയോഗിച്ചത്. ഒന്ന് വിക്ടർ എം ബ്ലാങ്കോ ടെലസ്കോപ്പ്, മറ്റൊന്ന് CFHT അല്ലെങ്കിൽ കാനഡ ഫ്രാൻസ് ഹവായി ടെലസ്കോപ്പ്.
ഈ ടെലസ്കോപ്പുകളുടെ സഹായത്താൽ 2017 മുതൽ 2022 വരെയുള്ള കാലയളവിൽ നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഗവേഷകർ ഈ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നത്. പക്ഷേ ഇവിടെയും ഒരു പ്രശ്നമുണ്ട്. ഇത്രയധികം വർഷം കൊണ്ട് അതിൻ്റെ മൊത്തത്തിലുള്ള പാത്തിൻ്റെ 1% താഴെയുള്ള ഭാഗങ്ങൾ മാത്രമേ ഗവേഷകർക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ ഒരു കാലയളവിൽ നമുക്ക് അതിൻ്റെ മാസ് എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാം, അതിൻ്റെ വലിപ്പം എത്രയുണ്ടെന്ന് മനസ്സിലാക്കാം, അത് ഏത് ഓറിയൻറ്റേഷനിലാണ് സൂര്യന് നേരെ സഞ്ചരിക്കുന്നതെന്ന് മനസ്സിലാക്കാം, അതുണ്ടാക്കുന്ന ആർക്സക് എത്രമാത്രമാണെന്ന് മനസ്സിലാക്കാം, അതിൻ്റെ വേഗത എത്രയുണ്ടെന്ന് മനസ്സിലാക്കാം. ഈ പാരാമീറ്റേഴ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു അൽഗോരിതത്തിലേക്ക് കൊടുക്കേണ്ട താമസം നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സിമുലേഷൻ കിട്ടും. 25,000 വർഷം കൊണ്ട് അത് ഉണ്ടാക്കിയെടുക്കുന്ന എലിപ്റ്റിക്കൽ പാത്ത് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ ഡേറ്റ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റയാണ്. അതായത് ആർക്ക് വേണമെങ്കിലും ഈ ഡേറ്റ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. കൃത്യമായിട്ടുള്ള ടൂളുകൾ ഉപയോഗിച്ച്, കൃത്യമായിട്ടുള്ള അറിവ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൽ പഠനങ്ങൾ നടത്തി ഇത്തരത്തിലുള്ള സെലസ്റ്റിയൽ ബോഡികളെ കണ്ടെത്താൻ സാധിക്കും. അത് നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണ്. ബേസ് മുതലുള്ള അറിവ് വേണമെന്ന് മാത്രം. ബ്രൈറ്റ് കേരളൈറ്റിന് ഒരു കമ്മ്യൂണിറ്റി തന്നെ ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നുവരെ 5ഓളം ശാസ്ത്ര പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുമുണ്ട്. നിങ്ങൾക്കും ഈ ഒരു സയന്റിഫിക് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് മാറാം. അതിന് ഇന്ന ക്വാളിഫിക്കേഷൻ വേണമെന്നൊന്നുമില്ല. വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ പഠിച്ചിട്ടാണ് നമ്മൾ റിസർച്ച് ഘട്ടത്തിലേക്ക് എത്തിച്ചേരുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ സ്വന്തം പേരിൽ ഒരു ശാസ്ത്ര പ്രബന്ധം പബ്ലിഷ് ചെയ്യാൻ സാധിക്കും. ഈ സയന്റിഫിക് കമ്മ്യൂണിറ്റിയിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ കമ്മ്യൂണിറ്റി നിലനിൽക്കുന്നത് മൊബൈൽ ആപ്ലിക്കേഷൻ്റെയും അതുപോലെ ഒരു വെബ്സൈറ്റിൻ്റെയും പ്ലാറ്റ്ഫോമിലാണ്. ആ പ്ലാറ്റ്ഫോമിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ ഒരു ചെറിയ എമൗണ്ട് കൂടി രജിസ്ട്രേഷൻ ഫീ ആയിട്ട് അടയ്ക്കേണ്ടി വരും. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ആ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ അനായാസമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നതാണ്. ഈ 25 മെമ്മറി ട്രിക്കുകൾ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ ഒരു കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഒരു ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും ഞാൻ അതിൻ്റെ ലിങ്ക് കൂടി കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ അതും ഒന്ന് പരിശോധിക്കുക.